അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ജലീൽ മടവൂർ. ഇന്നലെ മുക്കത്തിനടുത്ത് തൂങ്ങാമ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുകയുണ്ടായി. നൌഷാദിന്റെ ഒളിച്ചോട്ടം. നൌഷാദ് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ തൂങ്ങാമ്പുറത്ത് വരികയും, നൌഷാദ് അഹ്സനി എന്ന് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അഹ്സനി എന്ന് ചേർത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഇ സുലൈമാൻ ഉസ്താദിന് പൊരുത്തമില്ല, ഇഷ്ടമില്ല എന്നതുകൊണ്ട് തന്നെ നൌഷാദ് എന്ന് മാത്രം പ്രയോഗിക്കുന്നു. നൌഷാദ് ഇന്നലെ തൂങ്ങാമ്പുറത്ത് വരികയും പച്ചക്കള്ളങ്ങൾ തട്ടിവിടുകയും ചെയ്തപ്പോൾ അത് കയ്യോടെ പിടികൂടാൻ വേണ്ടി ഞാനും സുഹൃത്തുക്കളും തൂങ്ങാമ്പുറത്ത് ചെല്ലുകയുണ്ടായി. ആദ്യം എഴുത്തുകൊടുത്തു. ചോദിക്കാൻ അവസരം നൽകുമോ എന്ന് ഊമക്കത്തല്ല, പേര് സഹിതമാണ് കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിന് മറുപടി ലഭിച്ചില്ല. പിന്നീട് സ്വാലിഹ് അണ്ടോണ, അദ്ദേഹത്തിന്റെ ഹാഫിൽ കുരുവട്ടൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സ്വാലിഹ് അണ്ടോണ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, അതേപോലെ മറ്റു വണ്ടിയേഴ്സിനോടൊക്കെ ചോദിച്ചു. അവരിൽ നിന്നൊന്നും കൃത്യമായ പ്രതികരണം ലഭിച്ചില്ല. തുടർന്ന് ഞങ്ങൾ പരിപാടി വീക്ഷിക്കുകയും തുടർന്ന് കുരുവട്ടൂരിസം എന്ന ഡോക്യുമെന്ററിയിൽ റൗള ഷെരീഫിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വിശദീകരിച്ചപ്പോൾ ആ സദസ്സിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, മൈക്ക് തരുമോ, ചോദ്യം ചോദിക്കാൻ അവസരം നൽകുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാനും എന്റെ പ്രവർത്തകരും ഒക്കെ ചോദിച്ചു. പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. ഒളിച്ചോടുകയാണ് നൌഷാദ് ചെയ്തിട്ടുള്ളത്. പച്ചക്കള്ളം എന്റെ പേരിലും അതേപോലെ ഡോക്യുമെന്ററിയുടെ പേരിലും പച്ചക്കള്ളം കെട്ടിച്ചമച്ച് ഡോക്യുമെന്ററിക്ക് കൃത്യമായ മറുപടി നൽകാതെ ഉഴലുന്ന ഒരു രംഗമാണ് ഇന്നലെ തൂങ്ങാമ്പുറത്ത് വെച്ച് അരങ്ങേറിയത്. നൌഷാദിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. താങ്കളുടെ ഷെയ്ഖായ ഹാഫിൽ കുരുവട്ടൂർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഹാഫിൽ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. റൗള ഷെരീഫിന്റെ 1500 കിലോമീറ്റർ താഴെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വഫാത്തായി പോയ പ്രവാചകന്മാരും സുഹാബാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സഭയുണ്ട്. ആ സഭയുടെ സിംഹാസനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കാറ്. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടാവാറ്. മുകളിൽ ഇപ്പോൾ റൗളയുള്ള സ്ഥലത്ത് വല്ലപ്പോഴുമൊക്കെ ഉണ്ടാവാറുള്ളൂ. ആ സമയത്ത് സലാം പറയുന്നവർക്ക് ഭാഗ്യം, അല്ലാത്തവർക്ക് നഷ്ടം എന്ന് ഹാഫിൽ ഉസ്താദ് പറഞ്ഞത് താങ്കളുടെ ഷെയ്ഖായ ഹാഫിലിൽ നിന്ന് നേരിട്ട് കേട്ട സംഭവങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. അത് വിശ്വസിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? ആ സഭയിൽ താങ്കളുടെ ഷെയ്ഖായ കുരുവട്ടൂർ ഹാഫിൽ പോയിട്ടുണ്ടെന്നും ഒരു മഹാൻ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളോ സീമുല്ലാഹി തങ്ങളോ അതിലൊരു മഹാൻ അദ്ദേഹത്തിന്റെ വായിൽ മധുരം വെച്ചു കൊടുത്തു എന്നുമാണ് താങ്കളുടെ ഷെയ്ഖായ കുരുവട്ടൂർ ഹാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുകയാണ് നൌഷാദിനോട്, താങ്കളുടെ ഷെയ്ഖായ ഹാഫിൽ കുരുവട്ടൂർ പറഞ്ഞത് വിശ്വസിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലപ്പോഴുമാണോ ഇപ്പോൾ റൗള ഉള്ള സ്ഥലത്ത് ഉണ്ടാവാറ്? താങ്കളുടെ ഷെയ്ഖ് പറഞ്ഞത് അങ്ങനെയാണല്ലോ. 1500 കിലോമീറ്റർ താഴെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴു സമയവും ഉണ്ടാവാറ്. ആ സിംഹാസനത്തിലാണ്. വല്ലപ്പോഴുമാണ് റൗള ഷെരീഫിൽ ഉണ്ടാവാറ്. ഇത് അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുകയാണ് നൌഷാദിനെ. അതല്ല, കുരുവട്ടൂർ ഹാഫിൽ വലിയ മഹാനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രവാചകന്മാരും സ്വഹാബാക്കളും മഹാന്മാരും ഒരുമിച്ച് കൂടുന്ന വലിയ സഭയിൽ പങ്കെടുക്കുന്ന ഒരു മഹാനാണ് താങ്കളുടെ ഷെയ്ഖ് എങ്കിൽ താങ്കളെപ്പോലത്തെ ചവറുകളെ കൊണ്ട് സമൂഹ മധ്യത്തിൽ കാന്തപുരം ഉസ്താദ് അടക്കം, പൊന്നമള ഉസ്താദ് അടക്കം, പേരോട് ഉസ്താദ് അടക്കം സമസ്തയെയും ആലിമീങ്ങളെയും തെറി പറയിപ്പിക്കേണ്ട എന്താവശ്യമാണ് കുരുവട്ടൂർ ഷെയ്ഖിനുള്ളത്? എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാറുണ്ട് എന്നല്ലേ താങ്കളുടെ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്? എല്ലാ ദിവസവും മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കാണാറുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണോ താങ്കളും താങ്കളുടെ ഷെയ്ഖും പണ്ഡിതന്മാരെയും സമസ്തയുടെ ആലിമ്യങ്ങളെയും തെറി പറയുന്നത്? താങ്കളുടെ ഷെയ്ഖിന്റെ കള്ളത്തരങ്ങൾ ഇനി മാലപ്പടക്കം പോലെ പുറത്തു വരാനിരിക്കുകയാണ്. സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച നൂറുകണക്കിന് അനുഭവങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ സംശയം ചോദിക്കാൻ മൈക്ക് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണം. പച്ചക്കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയല്ല വേണ്ടത്. സംശയം ചോദിക്കാൻ അവസരം കൊടുക്കണം. തെറ്റാണെന്ന് സദസ്സിൽ നിന്ന് ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് സദസ്സിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും ഒളിക്കുകയല്ലേ നൌഷാദ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇനിയും വെല്ലുവിളിക്കുന്നു. മുഖാമുഖം നടത്തൂ. താങ്കളുടെ ഷെയ്ഖിന്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ ഞങ്ങൾ തയ്യാറാണ്. താങ്കളെ വെല്ലുവിളിക്കുകയാണ്. മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ പേരെടുത്ത് പറയാതെ കാന്തപുരം ഉസ്താദിനെയും ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയെയും സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിക്കുകയാണ് നൌഷാദ് എന്ന വിദ്വാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മുസ്ലിം ജമാഅത്തിനെയും SYSനെയും SSFനെയും സമസ്തയെയും സമസ്തയുടെ ആലിമ്യങ്ങളെയും തെറി വിളിച്ച് സമൂഹ മധ്യത്തിൽ താറടിക്കുന്ന നൗഷാദിന്റെ കപടത്തരം നമ്മുടെ പ്രവർത്തകർ മനസ്സിലാക്കണം എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്.